ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ താലൂക്ക് യൂണിറ്റ് വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഓണപ്പുട വിതരണവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ താലൂക്ക് യൂണിറ്റ് വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഓണപ്പുട വിതരണവും നടന്നു. മൂവാറ്റുപുഴ ഡാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ബസ് ഓണേഴ്സ് അസോസിയേഷനോടൊപ്പം നഗരസഭ എന്നും ഉണ്ടാവും. ജീവനക്കാരുടെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും ഒക്കെ കൂടെ നിൽക്കുവാനായിട്ട് നഗരസഭ എന്നും ഒപ്പം ഉണ്ടാകും. ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പന്തലിട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ കൂടിയും നിങ്ങളതൊക്കെ മാറ്റിവെച്ചിട്ട് സഹകരിക്കുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. ശക്തമായിട്ട് ഈ ഒരു അസോസിയേഷൻ കൂടുതൽ ശക്തമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. ഈ ഓണക്കാലത്ത് സന്തോഷത്തോടും ഐക്യത്തോടും കൂടി ആയിരിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കൊമ്പനാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ RTO B ഷെഫീഖ്, മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ സുബിൻ ബിജു, സംഘടനാ സംസ്ഥാന നേതാക്കളായ TP ഗോപിനാഥ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, പ്രദീപ് VS, ജയാനന്ദൻ, ജില്ലാ നേതാക്കളായ പ്രഭാകരൻ സനൂപ്, യൂണിറ്റ് രക്ഷാധികാരി KG അനിൽകുമാർ, യൂണിറ്റ് സെക്രട്ടറി KP മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് KS സന്തോഷ്, ട്രഷറർ എൽദോ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.